പൊളിറ്റിക്കൽ സയൻസിലെ ചാപ്റ്റർ 26 ഇന്ത്യാസ് ഫോറിൻ പോളിസി. വളരെ ഒരു ചെറിയ ചാപ്റ്റർ ആണ്, എങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. ഇന്ത്യയുടെ വിദേശ നയം. ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ വിദേശ നയം എന്നാണ് അർത്ഥം. എന്താണ് വിദേശ നയം ഉണ്ടായിരിക്കുക? നമ്മള് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ട് എല്ലായ്പ്പോഴും പല രീതിയിലുള്ള വിനിമയങ്ങൾ നടത്തണം, പല രീതിയിലുള്ള സഹകരണങ്ങൾ നടത്തേണ്ടത്. കാരണം ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ യാതൊരുവിധ രാജ്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ നിലനിൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ്. അപ്പോ ഒരു രാജ്യം എന്ന നിലയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ഈ രാജ്യം നടപ്പിൽ വരുത്തേണ്ട നയങ്ങള്, സിസ്റ്റങ്ങള്, പെരുമാറ്റ രീതികള്, ഇതെല്ലാം അടങ്ങുന്ന ഒരു രൂപത്തെയാണ് വിദേശ നയം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അയൽപ്പക്കത്തുള്ള ചൈനയുമായോ പാകിസ്ഥാനുമായോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുമായോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളായ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസോ യൂറോപ്യൻ കൺട്രീസോ ഏത് രാജ്യമായിക്കോട്ടെ, ഈ രാജ്യങ്ങളുമായിട്ട് ഏത് രീതിയിലാണ് നിലനിൽക്കേണ്ടത്, അന്താരാഷ്ട്രപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിൽ നിലകൊള്ളേണ്ടത്, ഇത്തരത്തിലുള്ള ഒരുപാട് പ്ലാനുകൾ ഒട്ടുമിക്ക രാജ്യങ്ങളിലുണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കും ഇത്തരത്തിൽ ഒരുപാട് രീതികളും സിസ്റ്റങ്ങളും നയങ്ങളും ഒക്കെയുണ്ട്. അതിനനുസരിച്ചാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പാഠം പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രധാന ഭാഗങ്ങൾ, ഇന്ത്യയുടെ വിദേശ നയങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ചേരിചേരാ നയം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? നോൺ അലൈൻമെന്റ്. ചേരിചേരാ നയത്തിന്റെ പറയുന്ന ഇംഗ്ലീഷ് വേർഡാണ് നോൺ അലൈൻമെന്റ്. ഈ നോൺ അലൈൻമെന്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഈ പോസ്റ്റ് കോൾഡ് വാർ പീരീഡ് എന്ന് പറഞ്ഞാല് ശീത യുദ്ധകാലമാണ്, അതിന്റെ ശേഷമുള്ള ആ ഒരു പീരീഡിന്. അപ്പോൾ ആ ഒരു യുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലുള്ള ഈ നോൺ അലൈൻമെന്റിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എഫേർട്ട് ഏതില്? UN എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സഭ എന്ന് പറയുന്നതാണ് UN. ഈ UN-ന്റെ അന്താരാഷ്ട്രപരമായിട്ടുള്ള പീസ് ആൻഡ് ഡിസാർമമെന്റ്, സമാധാനവും നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ എഫേർട്ടുകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ലോകത്ത് സമാധാനം നിലനിർത്തുന്നതിനു വേണ്ടി ഇന്ത്യയുടെ ശ്രമം എന്തൊക്കെയാണ്? അതുപോലെ ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാനമായ ഒരു വിഭാഗമാണ്, ഒരു സെക്ഷനാണ് സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ രക്ഷാസഭ. ഈ രക്ഷാസഭയിൽ ഇന്ത്യയുടെ അംഗത്വത്തെ കുറിച്ചും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ഈ പാഠത്തില്. ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫോറിൻ പോളിസികൾ ഏതൊക്കെയാണ്, ഈ ചേരിചേരാ നയം എന്താണ്, ആ ശീതയുദ്ധകാലത്തിന് ശേഷം ആ ചേരിചേരാ നയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അതുപോലെ തന്നെ UN-മായി സഹകരിച്ചുകൊണ്ട് ഇന്ത്യ ചെയ്യുന്ന എഫേർട്ടുകൾ, ഇന്ത്യയുടെ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ ഈ UN-ന്റെ ഒരു ഉപസഭയായ അല്ലെങ്കിൽ അതിലുള്ള മറ്റൊരു സഭയായ സെക്യൂരിറ്റി കൗൺസിൽ ഇന്ത്യയുടെ സ്ഥാനം. ഇത്രയും ഭാഗമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാം. ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് ഈ ഫോറിൻ പോളിസി എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് നേരത്തെ തന്നു. അതായത് ഒരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്വീകരിക്കേണ്ട നയങ്ങളും സിസ്റ്റങ്ങളും, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങൾക്കും ഇടപെടുമ്പോഴുള്ള ഇന്ത്യയുടെ നയം എങ്ങനെയാകണം, അത് ഇന്ത്യ എന്നല്ല ഏത് രാജ്യത്തിനും അത്തരത്തിൽ നയങ്ങൾ ഉണ്ടാവും. അതിനെയാണ് ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യൻ പോളിസിയിലെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ഈ ഇന്ത്യയുടെ വിദേശ നയങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പേരാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹമാണ് ഈ ഒരു നയം ഇന്ത്യക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പല പല അഭിപ്രായങ്ങളും സിസ്റ്റങ്ങളുമാണ് പിൽക്കാലത്ത് ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്കിടയിൽ വലിയ അഭിമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അപ്പോ ഇന്ത്യയുടെ പ്രിൻസിപ്പിൾസ്,
ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫോറിൻ പോളിസികൾ അല്ലെങ്കിൽ അതിലെ തത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യൻ ഫോറിൻ പോളിസി? ഇന്ത്യയുടെ വിദേശ നയത്തിലെ തത്വങ്ങൾ ഏതൊക്കെയാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് പഞ്ചശീല. നമ്മൾ പലപ്പോഴും ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു വേർഡാണ് പഞ്ചശീല തത്വം. അതുപോലെ രണ്ടാമത്തേതാണ് നോൺ അലൈൻമെന്റ്, ചേരാ നയം. അതുപോലെ അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആന്റി ഇമ്പീരിയലിസം, ആന്റി റേസിസം, ആന്റി കൊളോണിയലിസം. അതായത് സാമ്രാജ്യത്വത്തിനും അതുപോലെ തന്നെ വർഗവർണ്ണത്തിനും കൊളോണിയലിസത്തിനുമുള്ള എതിർപ്പ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നയമാണ്, ഫോറിൻ പോളിസിയാണ്. സപ്പോർട്ട് ടു യുണൈറ്റഡ് നേഷൻസ്, UNOയുമായിട്ട് സപ്പോർട്ട് നൽകുക. റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ സംഘടനകൾ അല്ലെങ്കിൽ സിസ്റ്റത്തിനൊക്കെ എന്ത് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. മനുഷ്യാവകാശങ്ങളോടുള്ള ഇന്ത്യയുടെ റെസ്പെക്ട്. ഇതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോളിസികൾ. അതിന് പ്രധാനപ്പെട്ട പോളിസിയിലെ തത്വങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ അഞ്ചെണ്ണാണ്. ഒന്ന് പഞ്ചശീല തത്വങ്ങള്, ചേരിചേര, അതുപോലെ തന്നെ വർഗവർണ്ണ കൊളോണിയൽ സാമ്രാജ്യത്വത്തോടുള്ള എതിർപ്പ്, UNOയുമായുള്ള സപ്പോർട്ട്, മനുഷ്യാവകാശമായിട്ടുള്ള അതിനോടുള്ള ബഹുമാനം. ഇതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോളിസികൾ. നമുക്ക് ഇതിൽ ഓരോന്നും എടുത്ത് പരിശോധിക്കാം. ആദ്യത്തേത് പഞ്ചശീല. പഞ്ചശീല തത്വങ്ങൾ തുടങ്ങുന്നത് 1954 ഇത് പ്രധാനമായിട്ടും ഇന്ത്യ ചൈനയുമായിട്ട്, പ്രധാനമായിട്ടും നല്ല ഈ സംഭവം തന്നെ ഉണ്ടാകുന്നത് ഇന്ത്യ ചൈന ഉടമ്പടിയിലൂടെയാണ്. 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരമാധികാരം അംഗീകരിച്ചുകൊണ്ട്, അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്, എപ്പോഴും പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അധികാരവും അതുപോലെ തന്നെ അംഗീകാരവും കൊടുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു ഉടമ്പടിയാണ് ഇത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയമാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ സ്വീകരിക്കുന്ന നയം എന്ന് തന്നെ അറിയപ്പെടുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. അപ്പോൾ ഇതുണ്ടായ വർഷം 1954. പഞ്ചശീല തത്വങ്ങളുമായി പിന്നെ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരത്തിലൂടെയും അതുപോലെ പരമാധികാരത്തിലൂടെയും അംഗീകരിച്ചുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഉടമ്പടി ഉണ്ടായത്? ഇന്ത്യയും ചൈനയും തമ്മിൽ. ഈ ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട 5 തത്വങ്ങൾ. ഒന്ന്, ഓരോ രാജ്യത്തിന്റെയും പരമാധികാരം, ഓരോ രാജ്യത്തിനും ഒരു പരമാധികാരം ഉണ്ടാവും. അതുപോലെ ഒരു പ്രാദേശിക അതിർത്തി ഉണ്ടാവും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, അന്യോന്യം അംഗീകരിക്കുക. പിന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കുക. ഒരു രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ചൈനയും എന്ത് ചെയ്യേണ്ട, ഇടപെടേണ്ട. ചൈന രാജ്യത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഇന്ത്യയും ഇടപെടേണ്ട. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ സമത്വവും പരസ്പര ബഹുമാനവും ഉണ്ടായിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും ഒരു സമത്വത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയും നിലകൊള്ളുകയും വേണം എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. പിന്നെ സമാധാനമായ ഒരു സഹവർത്തിത്വം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എന്ത് ഈ സമാധാനമായ സഹവർത്തിത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നാണ് ഇംഗ്ലീഷ് വേർഡ്. പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്? സമാധാനപരമായ സഹവർത്തിത്വം. അതായത് എല്ലാ രാജ്യങ്ങളും എല്ലാത്തരം ഗവൺമെന്റുകളും വളരെ സമാധാനത്തോടു കൂടി പ്രവർത്തിക്കണം എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് എല്ലാ രാജ്യങ്ങളും സമാധാനം ഉണ്ടാവണം, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണങ്ങൾ ഇടപെടാതെ അല്ലെങ്കിൽ ഭരണ പ്രശ്നങ്ങൾ ഇടപെടാതെ വളരെ സമാധാനത്തോടു കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തിക്കണം, അല്ലെങ്കിൽ ബന്ധപ്പെടണം, അല്ലെങ്കിൽ നിലകൊള്ളണം എന്നൊക്കെയാണ് ഈ ഒരു കോ എക്സിസ്റ്റൻസ്, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ 5 കാര്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഈ തത്വങ്ങൾ. പഞ്ചശീല തത്വങ്ങൾ എന്ന് പറഞ്ഞ പഞ്ച എന്ന് പറഞ്ഞാൽ 5ആണ്. ഈ 5 എന്നാണ് ഇതിൽ പറഞ്ഞത്. ഒന്ന്, പ്രാദേശിക അതിർത്തിയും പരമാധികാരവും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചു കൊടുക്കുക, ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കുക, പിന്നെ പരസ്പര ബഹുമാനത്തോടും സമത്വത്തോടും കൂടിയിട്ട് നിലകൊള്ളുക, അത് സമത്വം ഉണ്ടായിരിക്കുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ സമാധാനപരമായ സഹവർത്തിത്വം. ഇതാണ് പഞ്ചശീൽ. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് പഞ്ചശീൽ എന്ന് ചോദിച്ചിട്ട് ഒറ്റ വാക്കിൽ ചോദിക്കാറുണ്ട്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ഇന്ത്യയും ചൈനയും. ഇനി ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നയത്തിലേക്ക് കിടക്കാം. നോൺ അലൈൻമെന്റ്, ചേരാ നയം.
നമ്മൾ ഈ ചേരി ചേരാ നയം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരു ചേരിയിലും ചേരാതിരിക്കുന്ന അവസ്ഥ. അതായത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും വിഷയങ്ങളും യുദ്ധങ്ങളും ഉടമ്പടികളും ഒക്കെ ഉണ്ടാകും, സൈനിക സഖ്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതുണ്ടാകുന്ന സമയത്ത് ഇതിൽ നിന്നൊക്കെ അകന്നു നിൽക്കുക. അത് പലപ്പോഴും ഉണ്ടാകുന്നപ്പോഴാണ് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാകുമ്പോഴാണല്ലോ സൈനിക സഖ്യങ്ങളും ഉടമ്പടികളൊക്കെ ഉണ്ടാവും. ലോക യുദ്ധങ്ങൾ നടക്കുമ്പോഴാണ് പ്രധാനമായിട്ടും ഇത്തരത്തില് ഈ സൈനിക സഖ്യങ്ങളും ഉടമ്പടികളൊക്കെ രൂപപ്പെടുന്നത്. ഇങ്ങനെയുള്ള സമയത്ത് ഒരു ചേരിയിലും നിൽക്കാതെ സ്വതന്ത്രമായി നിൽക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനർത്ഥം ഒന്നിലും ചേരില്ല എന്നുള്ളതല്ല, ഒരു സഖ്യത്തിലും ചേരില്ല എന്നുള്ളതല്ല. വൻ ശക്തികൾ അന്നത്തെ കാലത്ത് ലോക മഹായുദ്ധകാലങ്ങൾ, ഒന്നും രണ്ടും മഹായുദ്ധകാലങ്ങൾ, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ ശക്തി പ്രാപിച്ച രാജ്യങ്ങളാണ് സോവിയറ്റ് യൂണിയൻ, ഇന്നത്തെ റഷ്യ എന്നറിയപ്പെടുന്ന രാജ്യവും അമേരിക്കയൊക്കെ. അപ്പൊ ഇവരൊക്കെ വൻ ശക്തികളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ശക്തികളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഒന്നുമില്ലാതെ തന്നെ, അല്ലെങ്കിൽ അതിനടിമപ്പെടാതെ, ആ സമ്മർദ്ദം കണ്ട് പേടിച്ച് ഏതെങ്കിലും ഒരു വശത്തേക്ക് നിൽക്കാതെ, ഏതു ഭാഗത്താണ് ന്യായം, എവിടെയാണ് നീതി, എവിടെയാണ് സത്യം എന്നറിഞ്ഞുകൊണ്ട് നിലകൊള്ളുക എന്നുള്ളതാണ് ഈ ചേരി ചേരാ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് അന്താരാഷ്ട്ര തർക്കങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ ഓടി ഒളിക്കാനുള്ള ഒരു നയമല്ല, മറിച്ച് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആരുടെയും സമ്മർദ്ദത്തിന് നിൽക്കാതെ സ്വന്തമായി തീരുമാനമെടുത്തിട്ട് എവിടെയാണ് സത്യവും നീതിയും ഉള്ളത് എന്ന് നോക്കുക. അത്തരത്തിൽ നിലകൊള്ളുന്ന ഒരു സിസ്റ്റത്തെയാണ് നോൺ അലൈൻമെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വിദേശ നയങ്ങളിലെ രണ്ടാമത്തതാണിത്. ആദ്യം പറഞ്ഞത് പഞ്ചശീല തത്വങ്ങൾ, രണ്ടാമത്തത് നോൺ അലൈൻമെന്റ് അഥവാ ചേരി ചേരാ നയം. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആന്റി ഇമ്പീരിയലിസം, ആന്റി റേസിസം, ആന്റി കൊളോണലിസം. അതായത് ഇപ്പോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക രാജ്യങ്ങളിൽ അതുവരെ ഉണ്ടായിരുന്ന പല കോളനി രാജ്യങ്ങളും മോചിപ്പിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ ധാരാളം രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയത്. ഇങ്ങനെ സ്വാതന്ത്ര്യം നേടിയെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഈ രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഭൂഖണ്ഡങ്ങളിൽ നിന്നോ സാമ്രാജ്യ ശക്തികൾ പിരിഞ്ഞു പോയിട്ടില്ല, അവര് അവസാനിപ്പിച്ചിട്ടില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാമ്രാജ്യത്യ ശക്തികൾക്ക് എതിരായിരുന്നു. അതുപോലെ തന്നെ അന്ന് ലോകരാജ്യത്ത് നിലകൊണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് വർണ്ണ വിവേചനം. കറുത്തവനെന്നോ വെളുത്തവനെന്നോ വെള്ളക്കാരെന്നോ ആഫ്രിക്കക്കാരനാണെന്നോ എന്ന രീതിയിലൊക്കെ വിവേചനം നടന്നിരുന്നു. ഇതിന് ഇന്ത്യ ശക്തമായ എതിർപ്പായിരുന്നു. അത് ഒരു സമത്വത്തിനോ എതിരാണ് എന്ന രീതിയിലാണ് ഇന്ത്യ കണ്ടിരുന്നത്. അതുപോലെ തന്നെ കൊളോണിയലിസത്തിനും ഇന്ത്യ എതിരായിരുന്നു. എന്താ കൊളോണിയലിസം എന്ന് പറയുന്നത്? തങ്ങളുടെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തിൽ കോളനി ഉണ്ടാക്കുകയും ചൂഷണം ചെയ്യുന്ന രീതിയാണ് കൊളോണിയലിസം. അതിനും ഇന്ത്യ എന്തായിരുന്നു? എതിരായിരുന്നു. അപ്പോ പഞ്ചശീല തത്വങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പോയിന്റാണ് ഇത്, ആന്റി ഇമ്പീരിയലിസം, ആന്റി റേസിസം, ആന്റി കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പോ ഈ പോയിന്റുകളും നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റാണ്. അപ്പോ പ്രധാനമായിട്ടുള്ള 3 പോയിന്റുകൾ പറഞ്ഞു. ഇനി UN-ഉമായിട്ടുള്ള ഇന്ത്യയുടെ സഹകരണമാണ് ഇന്ത്യയുടെ വിദേശ നയങ്ങളിലെ അടുത്തൊരു പോയിന്റ് വരുന്നത്. അതായത് സപ്പോർട്ട് ടു യുണൈറ്റഡ് നേഷൻസ്. ഇത് വിദേശ നയവുമായി ബന്ധപ്പെട്ട് കിടക്കാനുള്ള കാരണം ലോകരാജ്യങ്ങളിലെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവർക്ക് സമാധാനപരമായിട്ടുള്ള പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഐക്യരാഷ്ട്രസഭ. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ പരിഹരിക്കാൻ വേണ്ടി ലോകത്തുണ്ടായ ഏറ്റവും വലിയ സ്ഥാപിതമായ ഒരു സഭയാണ് ഐക്യരാഷ്ട്രസഭ. ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് എല്ലാ സമയവും സപ്പോർട്ട് കൊടുക്കുക എന്നത് ഇന്ത്യയുടെ ഒരു നയമായിരുന്നു. പലപ്പോഴും ഐക്യരാഷ്ട്രസഭ സൈന്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യ ഓഫീസർമാരെയും സൈന്യത്തെയും ഒക്കെ ഇവർക്ക് അയച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായും വിദേശ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന യുണൈറ്റഡ് നാഷൻസ്, UN പോലത്തെ ഐക്യരാഷ്ട്ര പോലത്തെ സഭയോട് എല്ലായ്പ്പോഴും ഇന്ത്യ എന്തായിരുന്നു? സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും ഇന്ത്യയുടെ വിദേശ നയത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ ഇന്ത്യയുടെ അടുത്ത ഒരു പ്രധാനപ്പെട്ട തത്വം ആണ് റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുള്ള ബഹുമാനം. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്. അഥവാ നമുക്ക് പഴയകാല 1ാം ലോക മഹായുദ്ധത്തിന് മുമ്പും 1ാം ലോക മഹായുദ്ധത്തിന് ശേഷവും ധാരാളം അടിമ വംശജരെ, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ, ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലെ പല രാജ്യങ്ങളിലെയും ആളുകളെ അടിമകളാക്കി പല രീതിയിലും
ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു സംസ്കാരം, ഒരു രീതി നമ്മുടെ രാജ്യത്ത് നിലകൊള്ളുന്നു. അപ്പോ പിന്നീട് ഐക്യരാഷ്ട്രസഭ വന്ന ശേഷം ഐക്യരാഷ്ട്രസഭ 1948 ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു, പ്രഖ്യാപനം അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സാർവത്രികമായ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നാണ് അത് അറിയപ്പെടുന്നത്. സാർവത്രികമായിട്ട് മനുഷ്യന് സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ആരും അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല, അടിമകളാക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനത്തിന്റെ ഏകദേശം അതിനോട് സാമ്യമായിട്ടുള്ള സിസ്റ്റങ്ങളും തത്വങ്ങളും ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഈ മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്ത്യ എല്ലായ്പ്പോഴും മനുഷ്യാവകാശങ്ങളോട് അല്ലെങ്കിൽ ആ സിസ്റ്റത്തോട് വളരെയധികം ബഹുമാനത്തോടെ നിലകൊള്ളുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോ ഇതാണ് പ്രധാനമായിട്ടും ഇപ്പൊ ഈ പറയപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ത്യയുടെ വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് പഞ്ചശീല തത്വങ്ങൾ എന്നാണ്, രണ്ടാമത്തത് നോൺ അലൈൻമെന്റ്സ് ആണ്, മൂന്നാമത്തത് ആന്റി ഇമ്പീരിയലിസം, ആന്റി റേസിസം, ആന്റി കൊളോണിയലിസം ആണ്, പിന്നീട് സപ്പോർട്ട് ടു യുണൈറ്റഡ് നേഷൻസ്, ദെൻ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പൊ ഇന്ത്യയുടെ വിദേശ നയങ്ങൾ ഏതൊക്കെയാണ് എന്ന രീതിയിൽ ഒരു എസ്സെ ചോദിച്ചാൽ ഈ 5 കാര്യങ്ങളെയും വിശദമായിട്ട് എഴുതി കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതിലെ ഓരോ സെക്ഷൻ മാത്രം എടുത്തിട്ട് ചോദ്യം വന്നാൽ വാട്ട് ഈസ് പഞ്ചശീൽ, അല്ലെങ്കിൽ വാട്ട് ഈസ് നോൺ അലൈൻമെന്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ആന്റി ഇമ്പീരിയലിസം, ആന്റി റേസിസം, ആന്റി കൊളോണിയലിസം, അല്ലെങ്കിൽ ഇന്ത്യയുടെ സപ്പോർട്ടുകൾ, സപ്പോർട്ട് ടു യുണൈറ്റഡ് നേഷൻസ്, ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷനുമായിട്ടുള്ള സപ്പോർട്ട് എങ്ങനെയൊക്കെയുള്ളതാണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്കിത് ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതി കൊടുക്കാം. അതല്ലെങ്കിൽ വലിയൊരു എസ്സേ ടൈപ്പിലെ ചോദ്യം വന്നാൽ ആ രീതിയിലും എഴുതാം. ഇനി ഈ ചാപ്റ്ററിൽ മനസ്സിലാക്കേണ്ട 2 ചെറിയ പോയിന്റ്സുകളാണ്. ഒന്ന്, ഇന്ത്യ ഇൻ UN സെക്യൂരിറ്റി കൗൺസിൽ. ഞാൻ നേരത്തെ ഒരു പോയിന്റിൽ പറഞ്ഞു, UN എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന, ലോക രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ്. അതില് സെക്യൂരിറ്റി കൗൺസിലിൽ അംഗത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള വളരെയധികം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒരുപാട് തവണ താൽക്കാലിക അംഗത്വം ലഭിച്ചിട്ടുണ്ട്. ഈ താൽക്കാലിക അംഗത്വം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് ഈ UN സെക്യൂരിറ്റി കൗൺസിൽ തുടങ്ങിയ കാലം മുതൽ തന്നെ പലപ്പോഴുമായിട്ട് ഇന്ത്യ ചെയ്തിട്ടുണ്ട് ഈ ഐക്യരാഷ്ട്ര സഭയുടെ രക്ഷാസമിതിയിൽ അംഗത്വം, താൽക്കാലിക അംഗത്വം കിട്ടി. പക്ഷെ ഇതുവരെ എന്തായിട്ടില്ല, ഇന്ത്യക്ക് അതില് ഒരു സ്ഥിര അംഗമായിട്ട് ഉയരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വരണമെങ്കിൽ മറ്റു പല രാജ്യങ്ങളുടെയും, സെക്യൂരിറ്റി കൗൺസിലുള്ള മറ്റു പല രാജ്യങ്ങളുടെയും സപ്പോർട്ട്, അവരുടെ സമ്മതം കൂടി വേണം. അതായത് വോട്ടവകാശത്തിലൂടെയൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള മറ്റു രാജ്യങ്ങൾ, ഇതിലുള്ള ഓൾറെഡി ഉള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് ഇന്ത്യക്ക് ആവശ്യമുണ്ട്. ഇന്ത്യ അത്തരത്തിൽ ഒരു സ്ഥിരമായി സെക്യൂരിറ്റി കൗൺസിൽ അംഗമാകാനുള്ള ശ്രമം സ്ഥിരമായി തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ UN-നുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല വിഷയങ്ങളിലും, പല രാജ്യങ്ങളുമായി UN നടത്തുന്ന പല കാര്യങ്ങളിലും കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യ പങ്കെടുക്കാറുണ്ട്. അത്തരത്തിൽ പങ്കെടുക്കുകയും UN-നെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു സ്ഥിരം ഒരു സിസ്റ്റമാണ്. ലോകത്തിന്റെ ജനസംഖ്യയുടെ 1/7 ഉള്ള ഇന്ത്യക്ക് തീർച്ചയായും സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം ലഭിക്കുക തന്നെ വേണം. അതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്പൊ ഇന്ത്യക്ക് UN സെക്യൂരിറ്റി കൗൺസിൽ അംഗത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ താൽക്കാലിക അംഗത്വം കിട്ടാറുണ്ട്, പെർമനന്റ് ആയിട്ട് അംഗത്വം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കേണ്ടത് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യ ടു UN എഫേർട്ട് ഫോർ പീസ് ആൻഡ് ഡിസാർമമെന്റ്. അന്താരാഷ്ട്ര തലത്തില് UN നടത്തുന്ന സമാധാന പ്രവർത്തനങ്ങൾക്കും നിരായുധീകരണത്തിനും ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കുന്ന സമയത്ത് നോക്കുക, UN ഏതൊക്കെ സമയം അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടപെടുന്നുണ്ടോ ആ സമയത്തൊക്കെ തീർച്ചയായും സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ പിന്തുണച്ച് അവരെ കൊണ്ട് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന സിസ്റ്റത്തിലേക്ക് ഇന്ത്യ ഇതുവരെ പോയിട്ടില്ല. ഇന്ത്യയുടെ ഒരു നയം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും
ഈ രാജ്യങ്ങളെ തമ്മിൽ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട വിഭാഗമാണ് ലോകത്തിലെ അന്താരാഷ്ട്ര സംഘടന. അപ്പൊ അന്താരാഷ്ട്ര സംഘടന എടുക്കുന്ന സമാധാനത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലായ്പ്പോഴും ഇന്ത്യ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല ചർച്ചകൾക്കും അന്താരാഷ്ട്ര കൗൺസിൽ എടുക്കുന്ന ആ ചർച്ചകളിലൊക്കെ ഇന്ത്യ വളരെയധികം എന്താ പറയാ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുകയും ഇന്ത്യയുടെ നിലപാട് കൃത്യമായിട്ട് അവിടെ അവതരിപ്പിക്കാനും ചെയ്യാറുണ്ട്. ഈ നിലപാടുകളെല്ലാം തന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ നിരായുധീകരണം, അതായത് ആയുധം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബുകളും തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ച് ആക്രമിക്കുക, കീഴടക്കുക എന്നുള്ള ആ സിസ്റ്റത്തിൽ നിന്ന് ഈ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റില് ബഹുമാനത്തോടു കൂടി അതിർത്തികൾ തമ്മിലുള്ള പരസ്പരം അംഗീകരിച്ചുകൊണ്ട് അധികാരം അംഗീകരിച്ചുകൊണ്ട് ഈ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിൽക്കണം എന്നുള്ള ഒരു സിസ്റ്റം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇത്തരത്തില് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ അവരുടെ ആയുധം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധങ്ങളിൽ ആയുധം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അക്രമം നിർത്തിവെക്കാൻ വേണ്ടിയിട്ടും സമാധാനത്തിനു വേണ്ടിയിട്ടും ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴെല്ലാം തന്നെ ഇന്ത്യ കൃത്യമായി അത് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഐക്യരാഷ്ട്ര സഭ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായ സഹായവും സാമ്പത്തിക അല്ലെങ്കിൽ സൈനിക എല്ലാ സഹായവും ആര് ചെയ്യാറുണ്ട്? ഇന്ത്യ ചെയ്യാറുണ്ട്. ഇതാണ് ഇന്ത്യയുടെ വിദേശ സിസ്റ്റം, വിദേശ നയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിദേശ നയത്തിന്റെ, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ്. ഈ വിദേശ നയം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഇടപെടുമ്പോഴും അല്ലെങ്കിൽ ബന്ധപ്പെടുമ്പോഴും ഏതൊക്കെ രീതിയിൽ അത് വേണം, എങ്ങനെയൊക്കെ നിലകൊള്ളണം, പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ എങ്ങനെയാണ് നിലകൊള്ളേണ്ടത് തുടങ്ങിയ ഒരു നയങ്ങളെയാണ് പ്രധാനമായിട്ട് ഈ ഫോറിൻ പോളിസി എന്ന് പറയുന്നത്. ഏത് രൂപത്തിലും പറയാം ഫോറിൻ പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് പറയുന്നത് ഈ 5 തത്വങ്ങളാണ്. ആ 5 തത്വങ്ങളിൽപ്പെട്ട ഒന്നാണ് പഞ്ചശീലങ്ങൾ എന്നറിയപ്പെടുന്നത്. രണ്ടാമത് ചേരിചേരാ നയമാണ്. മൂന്നാമത് സാമ്രാജ്യത്തോടും വർഗവർണ്ണ എന്താ പറയാ കോളനി വാഴ്ചയോടൊക്കെയുള്ള എതിർപ്പായിരുന്നു. പിന്നെ ഐക്യരാഷ്ട്രസഭക്കുള്ള പിന്തുണ, ഇത്തരം കാര്യങ്ങളിൽ. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളോടുള്ള ഇന്ത്യയുടെ ബഹുമാനം. ഇതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫോറിൻ പോളിസി തത്വങ്ങൾ. ആ തത്വങ്ങൾ പ്രധാനമായിട്ട് അതാണ് പറയുന്നത്. പിന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്, അതിന്റെ രക്ഷാസമിതിയിൽ ഇന്ത്യക്ക് എന്ത് സ്ഥാനമാണുള്ളത് തുടങ്ങിയ പോയിന്റുകൾ മാത്രമാണ് ഈ ചാപ്റ്റർ എന്നുള്ളത്.